ഹേമ കമ്മിറ്റി വന്നതോടുകൂടി സിനിമാ ലോകം തന്നെ തകിടം മറിഞ്ഞിരിക്കുകയാണ്. ഓരോ ദിവസവും പുതിയ പുതിയ നടിമാരുടെ കംപ്ലൈൻറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മലയാളം സിനിമാ ഇൻഡസ്ട്രിയിലെ നടിമാർക്കുള്ള പരാതികൾ ബോധിപ്പിക്കാൻ വേണ്ടി സർക്കാർ പ്രത്യേക രൂപീകരിച്ച കമ്മിറ്റിയാണ് ഹേമ കമ്മിറ്റി. ഹേമ കമ്മിറ്റി രൂപീകരിച്ചിട്ട് ഒരുപാട് വർഷങ്ങളായെങ്കിൽ കൂടി നടിമാരുടെ കംപ്ലൈൻറ്റുകളെല്ലാം ഇപ്പോഴാണ് കൂടുതലായി പുറത്തു വരുന്നത്. പരാതികൾ വന്നതോടുകൂടി നല്ല പിള്ള ചമഞ്ഞ എല്ലാവർക്കും പണി കിട്ടിക്കൊണ്ടിരിക്കുന്നു. അമ്മ കമ്മിറ്റിയാണ് മലയാളം സിനിമയുടെ ഏറ്റവും വലിയ സംഘടന. അമ്മ കമ്മിറ്റിയിൽ നിന്നും തന്നെയാണ് ആദ്യം തുടങ്ങി വെച്ചത്. ഇടവേള ബാബു ആയിരുന്നു ആദ്യത്തെ കമ്മിറ്റിയുടെ സെക്രട്ടറി. ഇന്നസെൻ്റ് ആയിരുന്നു പ്രസിഡന്റ്. 2024 അമ്മ കമ്മിറ്റി പുതിയതായി രൂപീകരിച്ചു. അമ്മ കമ്മിറ്റിയിലേക്ക് പ്രസിഡന്റായി മോഹൻലാലിനെയാണ് തിരഞ്ഞെടുത്തത്. സെക്രട്ടറി സ്ഥാനത്തേക്ക് നടൻ സിദ്ദിഖിനെയുമാണ്. ഇപ്പോൾ ഇതാ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന സിദ്ദിഖിനെ ചൊല്ലിയാണ് ഏറ്റവും പുതിയ പരാതി നടി കൊടുത്തിരിക്കുന്നത്. തന്നെ ആക്രമിച്ചു എന്നുള്ള പരാതിയാണ് നടി കൊടുത്തിരിക്കുന്നത്. വളരെയധികം ചെറുപ്രായത്തിൽ തന്നെയായിരുന്നു നടിക്ക് ആക്രമണം നേരിടേണ്ടി വന്നത്. നടൻ സിദ്ദിഖ് സെക്രട്ടറി സ്ഥാനം അമ്മയിൽ നിന്നും സ്വയം രാജിവെച്ച് മാറുകയായിരുന്നു നാം കണ്ട കാഴ്ച. ഇപ്പോൾ ഇതാ മോഹൻലാലും തുടർന്ന് രാജി തന്നെയാണ് സമർപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനെ തുടർന്നുള്ള ഏറ്റവും കൂട്ടമായിട്ടുള്ള രാജികൾ തന്നെയായിരുന്നു അമ്മയുടെ കമ്മിറ്റിയെ പൊളിക്കാനുള്ള ഏറ്റവും വലിയ കാരണം. ഇപ്പോൾ ഇതാ അമ്മ കമ്മിറ്റിയുടെ ഓഫീസിന് മുന്നിൽ കോളേജ് വിദ്യാർത്ഥികൾ റീത്ത് സമർപ്പിച്ചിരിക്കുന്നു. അമ്മ കമ്മിറ്റിക്ക് കിട്ടുന്ന ഏറ്റവും മോശമായ അംഗീകാരമാണ് ഈ ഒരു റീത്ത് സമർപ്പണം. മലയാളികൾ ഏറ്റവും കൂടുതൽ സിനിമ ഭ്രാന്തന്മാരാണ്. സിനിമയെ ആരാധിക്കുന്നത് പോലെ തന്നെ സിനിമ നടന്മാരെയും ആരാധിച്ചിരുന്നു. അവരെയെല്ലാം ഇന്ന് തുപ്പിക്കളയേണ്ട ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. വിചാരിക്കാത്തതും വിചാരിച്ചതുമായ നടീനടന്മാരാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രതികളും കൂട്ടുപ്രതികളുമായി വരുന്നത്. സിനിമ ഇൻഡസ്ട്രി മുഴുവൻ ചതിക്കപ്പെടുന്ന ഒരു ഇൻഡസ്ട്രിയായി ആളുകൾക്കിടയിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആർക്കും ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സിനിമ ലോകമാണ് നമ്മളുടെ മലയാളികളുടേത് എന്നുള്ളത് നമുക്ക് കാഴ്ചവെച്ച് കാണിച്ചു തരുന്നു.